മലപ്പുറം ജില്ലയിലെ തുഹ്ഫത്തുൽ ഇഖ്വാൻ മദ്രസയിൽ മദ്രസ ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ഷൻ നടക്കുന്നു എന്ന വിവരം അറിഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വന്ന ഞാൻ ഇവിടെ ഒരുക്കിയ കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോയി. കാരണം കുട്ടികൾക്കായി വോട്ട് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ളത് EVM മോഡലിലാണ്. എന്തായാലും ഈ മദ്രസ കമ്മിറ്റിയെയും ഇവിടുത്തെ ഉസ്താദുമാരെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നന്നേ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി ഇത്തരം സംവിധാനങ്ങൾ മറ്റു മദ്രസകളിലും പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടാകും ഓരോ വോട്ട് പോൾ ചെയ്യുന്ന സമയത്തും പ്രത്യേകമായ ശബ്ദങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് EVM മോഡലിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കുട്ടികളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി വളരെ ആവേശഭരിതരാണ്. വോട്ട് ചെയ്തവരെല്ലാം അവരുടെ കൈകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ മഷി പുരട്ടിയിട്ടുണ്ട് എന്ന് സന്തോഷപ്രകടനമാണ്. ഒരുപക്ഷെ അവരുടെ രക്ഷിതാക്കളൊക്കെ വോട്ട് ചെയ്യാൻ പോയി വീട്ടിൽ മടങ്ങി വരുമ്പോൾ രക്ഷിതാക്കളുടെ കയ്യിൽ ഇതുപോലെയൊക്കെയുള്ള മഷി അവർ കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു പ്രായത്തിൽ മുതിർന്നവരെ പോലെ വോട്ട് ചെയ്ത് അതേ സംവിധാനം നിലനിർത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നിലനിർത്താൻ ഞങ്ങൾക്ക് അവസരം കിട്ടി എന്ന സന്തോഷമാണ് അവരുടെ മുഖത്തും അവരുടെ പ്രവൃത്തിയിലൊക്കെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് ഈ മദ്രസ പ്രവർത്തനം ആരംഭിച്ചിട്ട് 70 വർഷത്തോളം പഴക്കം വരും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇതിനു മുമ്പായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനത്തിൽ അത് കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അറിയാനും ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും ഒത്തിരി വിശേഷങ്ങൾ ആ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ മറന്നു പോകേണ്ട. ചിലവഴിക്കുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഇനി നമുക്ക് ഒരു കൊച്ചുമിടുക്കനുണ്ട് എൻ്റെ മുമ്പിൽ. അവനോട് ചിലത് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അസ്സലാമലൈക്കും. എനിക്കൊരു ചെറിയൊരു കാര്യം, നിങ്ങളെ മദ്രസയുടെ പേരിലൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിൻ്റെ പേരൊന്ന് പറയാമോ? കുറുകത്താണി. അപ്പോൾ ഈ മദ്രസയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അതിലുണ്ടാവും. അത് നല്ലൊരു കാര്യം അല്ലേ? അപ്പോൾ എന്തായാലും താല്പര്യമുള്ള പ്രേക്ഷകരൊക്കെ ഉണ്ടാവും. ഇത്തരം വാർത്തകളൊക്കെ കാണാൻ, ആത്മീയമായ മദ്രസയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അത്ര ആളുകളൊക്കെ അവരുടെ പേജ് ഫോളോ ചെയ്യട്ടല്ലേ. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഈ മദ്രസയുമായി ബന്ധപ്പെട്ട അവരെ കറക്റ്റായിട്ടുള്ള വിവരങ്ങളും എന്താ പറയുക, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ട് അവരെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചാനലിൻ്റെ പേര് ഒന്നും കൂടി പറ, ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മാന്യ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ.